കൊല്ലം കരുനാഗപ്പള്ളി ശ്രീ മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി. തുടർ ചടങ്ങുകൾക്ക് ശേഷം 28-ാം തീയതി ക്ഷേത്രം നാടിന് സമർപ്പിക്കും. 8 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണവും പ്രതിഷ്ഠയും പൂർത്തിയാകുന്നത്. മഹാഗണപതി ഹോമത്തോടെ തുടങ്ങിയ ചടങ്ങുകൾക്കൊടുവിൽ വാദ്യമേളങ്ങളുടെയും വേദമന്ത്രങ്ങളുടെയും അകമ്പടിയോടെ മൂക്കുംപുഴ ദേവിയും ഉപദേവതകളും ശ്രീകോവിലുകളിലേക്ക് എഴുന്നള്ളി. ക്ഷേത്രം തന്ത്രി സുകുമാരന്റെയും മേൽശാന്തി കണ്ണനരുത്തിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ബിംബപ്രതിഷ്ഠ. സത്സംഗത്തിൽ ഈശ്വരതത്വത്തെക്കുറിച്ച് വാചാലരായി ആചാര്യന്മാർ. ദൈവം എന്നുള്ള ഒരു ശക്തി, ആ ശക്തിക്ക് ജാതിയില്ല, മതമില്ല, രാത്രിയില്ല, പകലില്ല, എല്ലാ സമയത്തും ഒരേപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലുണ്ട്, ഭൂമിയിലുണ്ട്, ഭൂമി അല്ലാത്ത സ്ഥലങ്ങളൊക്കെയുണ്ട്. കൃഷ്ണശിലയിലും തേക്കിലും ചെമ്പിലും ഒരുങ്ങിയ ഭവ്യസവിധത്തിൽ മൂക്കുംപുഴയമ്മ ഇരുപ്പുറപ്പിച്ചപ്പോൾ വർഷങ്ങൾ നീണ്ട ഭക്തരുടെ കാത്തിരിപ്പിനും കൂടിയാണ് അവസാനമായത്. അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നടന്ന ഈ പുണ്യകർമ്മം ഈ ജന്മത്തിലെ തന്നെ, ഈ നൂറ്റാണ്ടിലെ തന്നെ ഒരു പുണ്യകർമ്മമാണ്. കൃഷ്ണശിലയിലും തടിയിലും ചെമ്പിലും ഒരു മഹാ അത്ഭുതം, അതും ഭാരതത്തിന്റെ പുണ്യഭൂമിയായ ഈ തീരദേശത്ത് ജനങ്ങളുടെ, തീർത്ഥാടകരുടെ ഒരു പ്രവാഹം തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. 28-ാം തീയതിയാണ് ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾ. മാർച്ച് 28-ാം തീയതി ക്ഷേത്ര സമർപ്പണമാണ്. അത് നിർവഹിക്കുന്നത് 1008 മഠങ്ങളുടെ അധിപനായ മഹാമണ്ഡലേശ്വർ സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജാണ്. ആ ചടങ്ങിലേക്ക് ദേവിയുടെ ഭക്തന്മാരെയെല്ലാം ഈ പുണ്യഭൂമിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മാസം 15 തുടങ്ങിയ പ്രതിഷ്ഠാകർമ്മ ചടങ്ങുകൾക്ക് 30-ാം തീയതിയോടെ അവസാനമാകും. ജനം, കൊല്ലം.